പക്ഷെ ഒരു വലിയ പ്രശ്നവും ഉണ്ട്. അവന് ഓപ്പോസിറ്റ് ജെൻഡറിലെ ആളുകൾ തൊട്ട് കഴിഞ്ഞാൽ അലർജി വരും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ തൊട്ടാൽ. അങ്ങനെ ഇരിക്കെ ഒരേ ഒരു പെണ്ണ് മാത്രം യാദൃശികമായി അവനെ തൊടുകയും അവളിൽ നിന്ന് തനിക്ക് അലർജി ആകുന്നില്ല എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. തുടർന്ന് അവൾ മൂലം ഇവന്റെ അസുഖം ഭേദമാക്കിയെടുക്കാനായി പരിശ്രമിക്കുന്നതിന്റെ ഇടയിൽ ഇവനെ പറ്റി വലിയ ഒരു രഹസ്യം കണ്ടെത്തുന്നു. അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ നടന്ന രസകരമായ സംഭവങ്ങളും എന്താണ് അവൾ കണ്ടെത്തിയ രഹസ്യം, എങ്ങനെ അവന്റെ അസുഖം പരിഹരിക്കും എന്നതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞ 2023 റിലീസായ പ്രോമിസ് ഇൻ ദ സമ്മർ എന്ന ഒരു രസകരമായ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ നിയാൻ ഒരു സ്ഥലത്തേക്ക് വരുന്നത് കാണിച്ചുകൊണ്ടാണ്. ഇവിടെ ഇവൾ പുതുതായി ട്രീറ്റ് ചെയ്യേണ്ട ഒരു രോഗിയുണ്ട്. ലൊക്കേഷൻ അറിയാത്തത് കൊണ്ട് അവൾ ഫോൺ വഴി കറക്റ്റ് സ്ഥലം വിളിച്ച് ചോദിക്കുമ്പോൾ ഇപ്പൊ ഒരാള് നിങ്ങളെ പിക്ക് ചെയ്യാനായി വരുമെന്നാണ് അറിയിപ്പ് അവൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ അവൾ അവിടെ നിൽക്കുമ്പോൾ ഒരാൾ അവളെ കൂട്ടിക്കൊണ്ടു പോകാനായി എത്തുന്നു. ഹാൻ എന്ന ഒരാളുടെ വീട്ടിലേക്കാണ് അവളെ അയാൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ ഹാൻ എന്ന ആ ചെറുപ്പക്കാരനെ തന്നെയാണ് നിയാനെ ചികിത്സിക്കാനും ഉള്ളത്. അവൾ അങ്ങനെ അവളുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സും എടുത്തുകൊണ്ട് ഹാനിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവളുടെ വരവ് കണ്ടപാടെ ഹാൻ ഇവള് തന്റെ അടുത്തേക്ക് വന്ന് തൊടുമോ എന്ന പേടിയിൽ എഴുന്നേറ്റ് ഒഴിഞ്ഞു മാറാനായി നോക്കുന്നു. ഇതേ ടീം ഹാനിന്റെ അമ്മയുടെ അടുത്ത് ഹാനിന്റെ ആ മാനേജർ ഇത്തവണ കാര്യങ്ങളെല്ലാം റെഡിയാകും മാഡം, അദ്ദേഹത്തിന്റെ അസുഖമെല്ലാം മാറുമെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ഒരു സൈക്കോളജിസ്റ്റ് വരുന്നു. അവരെ കണ്ടു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ സൈക്കോളജിസ്റ്റിന്റെ വരവാണ് ഇവർ പ്രതീക്ഷിച്ചിരുന്നത്. ഈ സൈക്കോളജിസ്റ്റ് ആണെന്ന് കരുതിയാണ് മുന്നേ വന്ന നിയാനെ ഇവർ ഹാനിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതെന്ന്. ആള് മാറിപ്പോയെന്ന് മനസ്സിലാക്കുന്ന മാനേജർ വെപ്രാളത്തിൽ ഹാനിന് എന്തെങ്കിലും പറ്റുമുന്നേ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുന്നു. പക്ഷെ അപ്പോഴേക്കും തന്നെ കണ്ട് പേടിച്ചു പോകുന്ന ഹാനിന് ട്രീറ്റ്മെന്റ് പേടിയാണ് എന്ന് കരുതി അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ. ട്രീറ്റ് ചെയ്യേണ്ടത് തന്റെ ഉത്തരവാദിത്തമല്ലേ എന്ന് കരുതി നിയാൻ അടുത്തേക്ക് ഓടിച്ചെല്ലുമ്പോൾ അവൻ പേടിച്ച് മറിഞ്ഞു വീഴുകയും ഇവളും അവന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീണ് അവൻ അറിയാതെ ഒരു കിസ് അടിക്കുകയും ചെയ്യുന്നു. എന്തായാലും അങ്ങോട്ടേക്ക് വെപ്രാളത്തിൽ ആള് മാറിയതറിയാതെ ഹാനിന്റെ അടുത്തേക്ക് നിയാനെ പറഞ്ഞു വിട്ട കാര്യമോർത്ത് ടെൻഷൻ അടിച്ചു വരുന്ന മാനേജറും ഹാനിന്റെ അമ്മയും അവിടെ കാണുന്നത് രണ്ടുപേരും കിസ് അടിച്ചു നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ്. അത് കണ്ട് ഇവർ ആകെ ഷോക്കാവുന്നു. തുടർന്ന് സംസാരിക്കുമ്പോഴാണ് നിയാനും മനസ്സിലാവുന്നത് അവള് വരേണ്ടത് ഇങ്ങോട്ടേക്കായിരുന്നില്ല, മറ്റൊരു സ്ഥലത്തേക്കായിരുന്നു. ഫോൺ വിളിച്ച ആള് ഒരാൾ ഇവളെ പിക്ക് ചെയ്യാൻ വരുമെന്നല്ലേ പറഞ്ഞത്, പക്ഷെ അയാൾ വരുന്നതിന് മുന്നേ ഇവിടെ നിന്ന് ഇയാൾ വന്ന് ഇവളെ ഇങ്ങോട്ടേക്ക് ആള് മാറി കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന്. അവൾ ആ ടെൻഷനിൽ നിൽക്കുമ്പോൾ ഉടനെ തന്നെ അവളുടെ ബോസ് വിളിച്ച് ട്രീറ്റ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് പോവാതെ മറ്റെവിടേക്കോ പോയി ആദ്യം തന്നെ ഉത്തരവാദിത്വം ഇല്ലാന്ന് തെളിയിച്ചതിന് ഫസ്റ്റ് ഡേ തന്നെ നിന്നെ ഫയർ ചെയ്തിരിക്കുന്നുവെന്ന് അവളെ അറിയിക്കുന്നു. അതെ, ഇത് നിയാന്റെ ജോലിക്ക് ചേർന്നിട്ടുള്ള ആദ്യ ദിവസമായിരുന്നു. ആ ദിവസം തന്നെ ഇങ്ങനെ നല്ലൊരു പണി കിട്ടി അവളുടെ ഉള്ള ജോലിയും കൂടി പോയി. ഈ സമയത്ത് ഹാനിനോട് സംസാരിച്ചു കഴിഞ്ഞ് ആ സൈക്കോളജിസ്റ്റ് അമ്മയുടെ അടുത്ത് വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കുട്ടിക്കാലത്തുണ്ടായ ഒരു ഇൻസിഡന്റ് മൂലം ഹാനിന് ഒരു പ്രത്യേക തരം അലർജി ഉണ്ടെന്നാണ്. അവന് ഫീമെയിൽസ് ടച്ച് ചെയ്താൽ അപ്പോ ദേഹത്ത് അലർജി വരും. ഈവൻ അവന്റെ അമ്മയ്ക്ക് പോലും അവനെ ടച്ച് ചെയ്ത് സ്നേഹം പ്രകടിപ്പിക്കാനൊന്നും പറ്റാത്ത ഒരു അവസ്ഥയാണ്. അമ്മയാണ് മകനാണെന്ന് കരുതി ഒന്ന് തലോടാൻ പോലും പറ്റുന്നില്ല അമ്മയ്ക്ക്. ഈ സമയത്ത് അമ്മ മുന്നേ നിയാൻ ഹാനിനെ കിസ് ചെയ്യുന്നത് കണ്ടിരുന്നല്ലോ. അത് അറിയാതെ സംഭവിച്ച ഒരു കിസ് ആണെങ്കിലും രണ്ടുപേരുടെയും ശരീരം തമ്മിൽ സ്പർശിച്ചിട്ട് പോലും ആ ടീം ഹാനിന് അലർജി വന്നില്ലല്ലോ എന്ന കാര്യം സൈക്കോളജിസ്റ്റിനോട് പറയുമ്പോൾ എങ്കിലും ആ പെൺകുട്ടിയുടെ സാമീപ്യത്തിലെ സ്ത്രീകൾ തൊടുമ്പോഴുള്ള ആ അലർജി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ സഹായം നമുക്ക് അനിവാര്യമാണെന്നുള്ള മറുപടിയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോ ജോലി പോയി ആകെ പ്രശ്നത്തിലാണ് നിയാൻ എന്ന കാര്യം മനസ്സിലാക്കുന്ന ഹാനിന്റെ അമ്മ അവളെ വിളിച്ചിരുത്തി സംസാരിക്കുന്നു. ഇതുപോലെ ഹാനിന്റെ പ്രശ്നം പറഞ്ഞിട്ട് നിന്നെ തൊട്ടപ്പോ അവനിപ്പോ ഒരു കുഴപ്പവും വന്നില്ലല്ലോ, അതുകൊണ്ട് അവന്റെ ഈ ഒരു സ്ട്രേഞ്ച് ആയ അസുഖം ചികിത്സിച്ചെടുക്കാനായി നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിനക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നല്ലതായിരിക്കുമെന്ന് അമ്മ പറയുമ്പോൾ അവൾ ആദ്യം അതിന് സമ്മതിക്കുന്നില്ല. അവൾക്ക് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും അമ്മയുടെ ചെലവ് നോക്കാനും ഒക്കെ നല്ല കാശ് വേണം. ഇത്രയും നാള് പാർട്ട് ടൈം ജോലിക്കൊക്കെ പോയി കഷ്ടപ്പെടുകയായിരുന്നു. ഇപ്പോ ഇങ്ങനെ ഒരു ഓഫർ കൊടുത്താൽ അവളെ സ്വീകരിക്കുമെന്ന് അറിയാവുന്ന ഹാനിന്റെ അമ്മ ആ രീതിയിൽ അവളെ അപ്രോച്ച് ചെയ്യുന്നു. അവൾക്ക് ശമ്പളത്തിന് പുറമെ നല്ല സൗകര്യങ്ങളും ഓഫർ ചെയ്യുന്നുണ്ട്. പഠന ചെലവ്, ഡെയിലി പേ, അങ്ങനെ പല കാര്യങ്ങൾ അവർ ഓഫർ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ കേട്ടതുകൊണ്ട് മാത്രം നിയാൻ അതിനെ സമ്മതിക്കുന്നു. തുടർന്ന് ജോലിക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന നിയാന് ഹാൻ ഇടുന്നത് പോലെ തന്നെ ഒരു സ്മാർട്ട് ബാൻഡ് ധരിക്കാനായി കൊടുക്കുന്നു. ഇത് ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസിനെ പറ്റിയും അതേപോലെ ഇവർ എത്ര സമയം ഒന്നിച്ചുണ്ട് എന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ മെഷർ ചെയ്ത് ഡേറ്റ അനാലിസിസ് നടത്താനായി സഹായിക്കുന്നതാണ്. അങ്ങനെ എന്തായാലും കൂടുതൽ സമയവും ഹാനിന്റെ കൂടെ ഉണ്ടെങ്കിലല്ലേ നിയാന് അവന്റെ അസുഖത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവൻ പഠിക്കാൻ പോകുന്ന അതേ സ്ഥാപനത്തിലേക്ക് അവൾക്കും അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നു. അവൾ അങ്ങനെ ഫസ്റ്റ് ഡേ അവന്റെ കൂടെ പോയി അവൻ ഇരിക്കുന്ന അതേ സീറ്റിൽ ഇരിക്കുന്ന ടീമാണ്. ഇവരുടെ ക്ലാസ്സിലുള്ള ചെൻ എന്നൊരു പയ്യൻ ഇത് കണ്ട് ആകെ ഷോക്കാവുന്നത്. ചെന്നിന് മുന്നേ തന്നെ നിയാനെ അറിയാം. അതുകൊണ്ട് തന്നെ ആ പരിചയത്തിന്റെ പുറത്ത് അവൻ അവളെ വിളിച്ചു നിർത്തി നീ ഇതെന്തേ കാണിക്കുന്നത്, നീ ഇടുന്നത് ആരുടെ കൂടെയാണെന്ന് അറിയാവോ, ആ ഹാനിനെ പറ്റി എന്തൊക്കെ കഥകളാ ആളുകൾ പറയുന്നതെന്നറിയാവോ, അവൻ വളരെ സ്ട്രേഞ്ച് ആയിട്ടാണ് പെരുമാറുന്നത്, അവന്റെ കൂടെ ഇരിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണമെന്നല്ല ചെൻ നിയാന് മുന്നറിയിപ്പ് നൽകുന്നു. നിയാൻ ഇതൊന്നും കാര്യമാക്കുന്നില്ലെങ്കിലും ഈ നടക്കുന്ന സംസാരം മാറി നിന്ന് ഹാൻ കേൾക്കുന്നുണ്ടായിരുന്നു. എന്തായാലും രണ്ടുപേരും ഒന്നിച്ച് കൂടുതൽ സമയം ചെലവഴിച്ചാലേ അസുഖം ട്രീറ്റ് ചെയ്യാൻ സാധിക്കൂ എന്നത് അറിയാവുന്നത് കൊണ്ടാണ്
അമ്മ ഇവർ രണ്ടുപേരും ഒന്നിച്ച് എത്ര നേരം ഉണ്ടായിരുന്നു എന്നത് കണ്ടെത്താനായി രണ്ടുപേരുടെയും കയ്യിൽ സ്മാർട്ട് ബാൻഡ് ധരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഹാൻ ആകട്ടെ തന്റെ അസുഖമൊന്നും ഭേദമാകണം എന്ന യാതൊരു താല്പര്യവും ഇല്ലാത്ത പോലെ അതിനുവേണ്ടി യാതൊരു എഫേർട്ടും എടുക്കുന്നില്ല. നിയാനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. നിയാൻ അവന്റെ കൂടെ നടക്കാനൊക്കെ നോക്കുമ്പോൾ അവൻ അവോയ്ഡ് ചെയ്ത് പോയത് കൊണ്ട് തന്നെ ഇവരുടെ സ്മാർട്ട് ബാൻഡിൽ ഒന്നിച്ചുണ്ടാവേണ്ട സമയം കംപ്ലീറ്റ് ആയിട്ട് പോലും ഇല്ല. അതുകൊണ്ട് അന്ന് രാത്രി ഹാൻ ഉറങ്ങുന്ന ടീം നിയാൻ അവന്റെ റൂമിലേക്ക് കടന്നു ചെല്ലുകയും അവളുടെ സ്മാർട്ട് ബാൻഡും അവന്റെ സ്മാർട്ട് ബാൻഡും ഒന്നിച്ച് വരുന്ന രീതിയിൽ രണ്ടുപേരുടെയും കൈകൾ അടുത്തടുത്ത് വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതിൽ ആ ഒരു ടൈമർ കംപ്ലീറ്റ് ആകുമ്പോൾ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഇത്രയും നേരം അവിടെ ഉറങ്ങുന്നത് പോലെ കിടന്ന് ഹാൻ ആ ടീം കണ്ണു തുറക്കുന്നു. അവൻ യഥാർത്ഥത്തിൽ ഉറങ്ങുകയൊന്നും ആയിരുന്നില്ല. ഇവള് ചെയ്തതെല്ലാം അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം അവൻ ക്ലാസ്സിന് പോകാനായി റെഡിയായി നിൽക്കുന്ന ടീം നിയാനോട്, നീ കഷ്ടപ്പെട്ട് ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്റെ മുറിയിൽ വന്ന് സമയം തികയ്ക്കാൻ കഷ്ടപ്പെടണ്ട. ഞാൻ പറയുന്നത് പോലെയൊക്കെ നീ കേട്ട് കഴിഞ്ഞാൽ സ്മാർട്ട് ബാൻഡ് ഞാൻ തരാം. അമ്മയെ ബോധിപ്പിക്കാനായി സമയം അങ്ങനെ നിനക്ക് തികയ്ക്കാമെന്ന് അവൻ അവളോട് പറയുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായി അവൻ അവളെ കൊണ്ട് അവൻ ഇഷ്ടമുള്ള കേക്ക് ഒക്കെ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നുണ്ട്. ഇതേ ടീം ക്ലാസ്സിൽ വെച്ച് നിയാനെ കാണുമ്പോ അവിടെ ഉണ്ടായിരുന്ന ഷിൻ എന്നൊരു പെണ്ണ് അവളോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു. പുതുതായി ഇവിടേക്ക് വന്ന നീ അങ്ങനെ ഹാനിനെ വളയ്ക്കാന്ന് വിചാരിച്ചോ? അവൻ എന്റെയാ, അതുകൊണ്ട് വെറുതെ ഞങ്ങളുടെ ഇടയിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. നീ വിവരം അറിയുന്നെല്ലാം അവള് പറഞ്ഞു പേടിപ്പിക്കുന്നു. ഈ ഷിൻ കഴിഞ്ഞ കുറെ നാളുകളായി ഹാനിന്റെ പിറകെയാണ്. പക്ഷെ അവനുള്ള ആ അസുഖത്തെ പറ്റിയൊന്നും അവൾക്ക് യാതൊരു ഐഡിയയും ഇല്ല. എന്തായാലും ഹാനിന് ഷിന്നിനോട് ഒരു താല്പര്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളോട് ചുമ്മാ എന്റെ പുറകെ നടന്ന് സമയം കളയണ്ട, ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ലെന്നെല്ലാം അവൻ പലപ്പോഴും മുന്നറിയിപ്പ് നൽകാറുണ്ട്. എന്തായാലും അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ഹാനിന് ഒരു സ്ത്രീ കുട്ടിക്കാലത്ത് അവനെ തട്ടിക്കൊണ്ടുപോയ ഇൻസിഡന്റ് ഓർമ്മ വരുന്നു. അവൻ വല്ലാതെ പാനിക് ആവുന്നുണ്ട്. ഇതേ സമയം ഈ കാര്യങ്ങളൊന്നും അറിയാതെ നിയാനാകട്ടെ അവളുടെ ഡയറിയിൽ ഹാനിനെ പറ്റി കുത്തിക്കുറിക്കുന്നു. ഹാൻ വളരെ റഫ് ആൻഡ് ടഫ് ആണ്. അവന്റെ അസുഖം മാറ്റാനായിട്ടാണ് ഞാൻ അവന്റെ കൂടെ നടക്കുന്നത് എന്നൊരു മയം പോലും ഇല്ലാതെ, ഒരു മൈൻഡും ഇല്ലാതെ ഭയങ്കര സാധനമാണ് അവൻ എന്നെല്ലാം കുത്തിക്കുറിക്കുന്ന അവൾ അവനെ കളിയാക്കി ഒരു പിക്ചറും തന്റെ ഡയറിയിൽ വരയ്ക്കുന്നു. അങ്ങനെ ഇരിക്കെ ഹാനിന്റെ അടുത്തേക്ക് പോവാതെ തന്നെ കയ്യിലുള്ള സ്മാർട്ട് ബാൻഡില് ടൈം തികയ്ക്കാനായി അവൻ ബാൻഡ് ഊരി കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നിയാൻ പിന്നീട് കൂടുതൽ സമയം അവിടെ അവൾക്ക് നല്ല പരിചയമുള്ള ചെന്നിനോട് വീണ്ടും പറഞ്ഞു ഇരിക്കാൻ തുടങ്ങുന്നു. ഇവർ തമ്മിൽ നല്ല കൂട്ടായിരിക്കുന്നത് കാണുമ്പോൾ ഹാനിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവന്റെ ബാൻഡ് തിരിച്ചു കൊടുക്കാനായി ആവശ്യപ്പെടുന്നു. എന്നാലേ അവൾ തന്റെ പുറകെ വീണ്ടും വരുമെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. ആ ടീം അവൾ കൊടുക്കാൻ തയ്യാറാവാത്തപ്പോ ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞ് ജോലിയിൽ നിന്ന് നിന്നെ പിരിച്ചുവിടുമെന്ന് അവൻ പേടിപ്പിക്കുന്ന ടീം അവന്റെ വീട്ടില് എന്തോ ഒരു പാർട്ട് ടൈം ജോലിക്ക് അസിയ പോകുന്നുണ്ട് എന്ന് ഇത് കേട്ട് മനസ്സിലാക്കുന്ന ചെൻ, അവൻ തരുന്ന ജോലി പോയാ പോട്ടെ, നിനക്ക് ഞങ്ങൾ നടത്തുന്ന ബേക്കറിയിലെ ജോലി തരാന്ന് അവൻ പറയുമ്പോ ബേക്കറിയിലെ ജോലിയേക്കാൾ എന്തുകൊണ്ടും പല ബെനിഫിറ്റുകളും തനിക്ക് ഹാനിന്റെ വീട്ടിൽ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടും. തന്റെ അമ്മയുടെ ചികിത്സ മുഴുവൻ അവർ ഏറ്റെടുത്തു എന്ന കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ ഹാൻ പറയുന്നത് കേട്ട് പേടിച്ച് ആ ബാൻഡ് തിരിച്ചു കൊടുത്ത് അവന്റെ പിറകെ നടക്കുന്നു. എന്തേ നടക്കുന്നതെന്ന് ഇത് കണ്ട് ചെൻ ചോദിക്കുമ്പോ അതൊക്കെ ഞാൻ സമയം പോലെ വിശദീകരിക്കാന്ന് പറഞ്ഞ് അവൾ പോകുന്നു. അന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞ് ഹാൻ നിയാന് ഒരു കെട്ട് ബുക്ക് കൊടുത്തിട്ട് എക്സാംസ് വരാണ്, നീ ഇതെല്ലാം പഠിച്ച് പാസ്സായി അടുത്ത ക്ലാസ്സിലേക്കും എന്റെ കൂടെ വന്നല്ലേ പറ്റൂ, അതുകൊണ്ട് വേഗം പോയി പഠിക്കുന്നു പറയുന്നു. കാരണം രണ്ടുപേരും ഒന്നിച്ചുണ്ടാകണം എന്നതാണല്ലോ നിയാന്റെ ജോലി. അങ്ങനെ അവൾ അന്ന് രാത്രി മുഴുവൻ ഉറക്കം മുളച്ച് പഠിക്കുന്നു. കാരണം അടുത്ത ദിവസം എക്സാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം നല്ല ഉറക്കം തൂങ്ങി രാവിലെ സ്കൂളിലേക്ക് പോകുന്നവൾ സ്കൂളിന്റെ അവിടെ എത്തുമ്പോൾ ഇടയ്ക്ക് ഹാന്റെ ദേഹത്തേക്കൊന്നും മറിയുന്നുണ്ട്. ഹാൻ അതൊരു ഇഷ്യൂ ആയി തോന്നുന്നില്ല. കാരണം ഇവൾ ടച്ച് ചെയ്യുമ്പോൾ അവന് അലർജി ഇല്ലല്ലോ. പക്ഷെ ഈ കാഴ്ച കാണുന്ന ഷിന്നിന് അത് തീരെ സഹിക്കുന്നില്ല. അവൾ അതുകൊണ്ട് തന്നെ അന്ന് തക്കം കിട്ടുമ്പോ നിയാനെ ഒരു റൂമിലിട്ട് ലോക്ക് ചെയ്യുന്നു. അന്ന് ഇവർക്ക് എക്സാം ഉള്ളത് കൊണ്ട് തന്നെ ടൈം ആയിട്ടും ആ റൂമിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ എക്സാമിന് ചെല്ലാതെ അതിനകത്ത് നിയാൻ പെട്ടിരിക്കുമ്പോ എക്സാം ഹാളിന്റെ അവിടെയുള്ള ഹാൻ ഇവളിത് എവിടെ പോയെന്ന് ആകെ ടെൻഷൻ ആവുന്നു. അവൻ വേഗം തന്നെ ചെന്നിനോട് നിയാനെ കണ്ടുപിടിക്കാനായി സഹായം ചോദിക്കുന്നു. എന്തായാലും അന്വേഷിച്ചൊടുക്കം ആ ഒരു റൂമിൽ നിന്ന് നിയാനെ കണ്ടുപിടിക്കുന്നു. വേഗം തന്നെ എക്സാമിന്റെ കാര്യം പോലും വകവെക്കാതെ ചെന്നും ഹാനും അവളെ എടുത്തുകൊണ്ട് മെഡിക്കൽ റൂമിലേക്ക് പോകുന്നു. ബോധം കെട്ടുകിടന്ന് നിയാന്റെ ബോധം വന്നവൾ എക്സാമിന്റെ കാര്യം പറഞ്ഞു വെപ്രാളപ്പെടുമ്പോ ടെൻഷൻ ആവണ്ട, നീ മാത്രമല്ല എക്സാം മിസ് ചെയ്തത്, ഞങ്ങൾ രണ്ടുപേരും കൂടി നിനക്ക് കൂട്ടുണ്ട്, ഞങ്ങളും എക്സാം എഴുതിയില്ല എന്ന് പറയാണ്. ആ സമയത്താണ് അവിടേക്ക് ഷിൻ വരുന്നത്. അവൾ ചെയ്ത തെറ്റ് മനസ്സിലാക്കി മുറിയിൽ പൂട്ടിയിട്ടതിന് സോറി ചോദിക്കുമ്പോ ദേഷ്യം വരുന്ന നിയാൻ അവളോട് തട്ടിക്കയറുന്നു. നീ കൂടുതലൊന്നും പറയണ്ട, ഞാൻ ഹാനോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് അങ്ങനെ ചെയ്തു പോയതാ, നീയും ഹാനും ക്ലോസ് ആവുന്നത് പോലെ തോന്നിയപ്പോ സഹിക്കാൻ വയ്യാതെ ചെയ്തതാ, എനിക്ക് ഇവനെ അത്ര ഇഷ്ടമെന്ന് പറഞ്ഞു ഹാന്റെ അടുത്തേക്ക് ഷിൻ പോകുമ്പോ അവൾ ഇവനെ തൊടുമോ എന്ന് പേടിച്ച് അവൻ അവിടെ നിൽക്കാണ്. അപ്പോഴേക്കും ഇത് കണ്ട് നിയാൻ അവിടേക്ക് ഓടിച്ചെന്ന് അവളെ തട്ടിമാറ്റി അവന്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്നു. വീണ്ടും ഇവരിങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഷിൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നു. അത് കണ്ട് ചെൻ അവളുടെ പിറകെ ഓടിപ്പോകുന്നുണ്ട്. അപ്പോഴേക്കും മുന്നേ ഷിൻ ചെറുതായി ഹാന്റെ കയ്യിൽ തൊട്ടിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ മുഴുവൻ അലർജി വരുന്നത് കാണുന്ന നിയാൻ അവിടെയൊക്കെ മരുന്ന് വെച്ച് കൊടുക്കാണ്. അടുത്ത ദിവസമായിട്ട് എക്സാം മിസ് ചെയ്തതിന്റെ പേരിൽ ഇവരെ മിസ് വഴക്ക് പറയുന്നു. നിയാൻ റൂമിനകത്ത് ലോക്കായി പോയി അവളെ രക്ഷപ്പെടുത്താനായി ഞങ്ങൾ പോയി എക്സാം മിസ് ചെയ്തതാണെന്ന് ഇവർ എക്സ്പ്ലനേഷൻ നൽകുന്നുണ്ടെങ്കിലും മിസ് അതൊന്നും വിശ്വസിക്കുന്ന മട്ടില്ല. ആ ടീം ഷിൻ നേരിട്ടെത്തി മിസ്സിനോട്, മിസ് ഞാനാണ് ലോക്ക് ചെയ്തത്, ഇവർ പറയുന്നത് സത്യമാണ്, അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയി എന്നത് മിസ്സിന് മുന്നിൽ ഏറ്റു പറയുമ്പോ മിസ് ഇവർക്ക് ഒരു ചാൻസ് കൊടുക്കുന്നു. എന്തായാലും എക്സാംസിന് നല്ല ഗ്രേഡ് വാങ്ങിച്ചാലേ ഇവരുടെ മുന്നോട്ടുള്ള ഇവിടുത്തെ പഠനത്തിന്
പഠിക്കുന്ന കാര്യം തീരുമാനിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എക്സാം വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് എക്സാമിന് നിയാനെ പഠിപ്പിക്കാനായി ഹാനും കൂടുന്നു. അവൻ നന്നായി പഠിക്കുന്ന ഒരു പയ്യനായതുകൊണ്ട് തന്നെ അവളെ പിടിച്ചിരുത്തി പഠിപ്പിക്കുകയാണ്. ആ സമയത്തെല്ലാം അവൾ ഇവൻ പഠിപ്പിക്കുന്നതിന് ശ്രദ്ധിക്കുന്നതിന് പകരം എന്തുകൊണ്ടോ അവനെ മാത്രമാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. ഇതേ ടീം ഒരു ബിസിനസ് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഹാനിന്റെ അച്ഛൻ ഇവിടെ ഒരു പെൺകുട്ടി താമസിച്ച് ഹാനിന്റെ അസുഖം ഭേദമാക്കാനായി അവന്റെ സന്തത സഹചാരിയായി നിഴല് പോലെ നടക്കുന്നു എന്ന കാര്യങ്ങൾ അറിഞ്ഞു ഒന്ന് ടെൻഷനിലാവുന്നുണ്ട്. കാരണം പിള്ളേരല്ലേ ഇങ്ങനെ ഒന്നിച്ച് നടക്കുന്നു, അത് പ്രത്യേകിച്ച് ഇവന് അലർജി വരാത്ത ഒരു പെണ്ണ്. അപ്പോ പ്രണയത്തിലാവാൻ എങ്ങണം ചാൻസ് ഉണ്ടോ എന്നാണ് അച്ഛന്റെ പേടി. കാരണം അച്ഛൻ തന്റെ ഒരു ബിസിനസ് പാർട്ട്ണറിന്റെ മകളുമായി ഹാനിനെ വിവാഹം കഴിപ്പിക്കാനായി ഇരിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ ബിസിനസിനും നേട്ടമാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചെന്നിനോട് ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ തനിക്ക് ഹാനിനോട് ഒരു ക്രഷ് ഉണ്ടെന്ന കാര്യം അവള് വെളിപ്പെടുത്തുന്നു. ഇത് കേൾക്കുമ്പോൾ ചെന്നിന്റെ മുഖത്തൊരു സങ്കടം നമുക്ക് കാണാം. ഈ ഒരു സംഭാഷണം മാറി നിന്ന് ഹാനും കേൾക്കുന്നുണ്ട്. അവൻ പക്ഷെ അതിനെപ്പറ്റി ഒന്നും തന്നെ അവളോട് ചോദിക്കുന്നില്ല. എന്തായാലും അങ്ങനെ ഇവരുടെ എക്സാം വരുന്നു. അറ്റൻഡ് ചെയ്യുന്ന ടീം നന്നായി തന്നെ നിയാൻ പെർഫോം ചെയ്യുന്നു. റിസൾട്ട് വരുമ്പോൾ അവൾക്കാണ് കൂടെ എഴുതിയ രണ്ടുപേരെക്കാൾ മാർക്ക് കൂടുതൽ. ഇതറിയുന്ന ഹാനിന്റെ അമ്മ ഏതാണ്ട് സ്വന്തം മകൾ എക്സാം എഴുതി ജയിച്ച പോലെ വളരെ ഹാപ്പിയായി അവൾക്ക് ഒരു ടാബ് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ വാൾപേപ്പർ ആയിട്ട് ഇട്ടിരിക്കുന്നത് തന്നെ ഹാനിന്റെയും നിയാന്റെയും പിക്ചറാണ്. ഇവിടെ നിയാനുള്ള ഈ സമയങ്ങളിലെല്ലാം ഹാനിന്റെ അമ്മ സ്വന്തം മകളെ നോക്കുന്നത് പോലെ തന്നെ അവളെ വളരെ കാര്യമായി തന്നെയാണ് നോക്കുന്നത്. ഇതേ ടീം ഹാൻ ആകട്ടെ അവന്റെ പേരൻസ് ആരും തന്നെ അറിയാതെ ഒരു പെൺകുട്ടിയെ പറ്റി രഹസ്യമായി അന്വേഷിക്കാനായി ആരോ ഏർപ്പാടാക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം യാദൃശികമായി ക്ലാസ്സിൽ കൊണ്ടുപോയ ആ ടാബിൽ വാൾപേപ്പറായി ഹാനിന്റെയും നിയാന്റെയും പിക്ചർ ഇട്ടിരിക്കുന്നത് ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ കാണുന്നു. പിന്നെ പറയണോ, രണ്ടുപേരും ഡേറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഒരു മൈൻഡ് ചെയ്യാത്ത ആ സ്കൂളിലെ തന്നെ വളരെ പോപ്പുലർ പയ്യനായ ഹാനിനെ എങ്ങനെ ഇവള് വളച്ചെടുത്തു എന്നിങ്ങനെ പല ഡിസ്കഷൻസ് ആണ് അവിടെ നടക്കുന്നത്. തങ്ങളെ പറ്റി ഇങ്ങനെ റൂമർ സ്പ്രെഡ് ആവുന്നത് നിയാനെ വലിയ ബോധർ ചെയ്യുന്നില്ലെങ്കിലും അത് ഹാനിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ അതുകൊണ്ട് തന്നെ അവളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ എല്ലാരും കേൾക്കെ ഇവളെ ഒരിക്കലും ഞാൻ ഡേറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഹാനിന്റെ അടുത്തേക്ക് ഷിൻ കോഫിയുമായി ചെല്ലുന്നു. അവനെ കോഫി കൊടുത്ത് സോപ്പിടാനായി അവള് ചെന്ന് അവനെ തൊടാനായി നോക്കുമ്പോഴേക്കും ഭാഗ്യവശാൽ അങ്ങോട്ടേക്ക് എത്തുന്ന നിയാൻ അത് കാണുകയും തൊടുന്നതിന് മുന്നേ ഷിന്നിനെ തട്ടുകയും ചെയ്യുന്നു. ആ ടീം ഷിന്നിന്റെ കയ്യിലുണ്ടായിരുന്ന ചൂട് കോഫി നിയാന്റെ കയ്യിലേക്ക് വീണ് അവളുടെ കൈ പൊള്ളുമ്പോ ഇത് കാണുന്ന ഹാനാണ് അവളെ കൂട്ടിക്കൊണ്ടുപോയി മരുന്ന് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ എന്തായാലും ഇവരൊന്നിച്ചുള്ള അതിന്റെ ഡ്യൂറേഷൻ നീട്ടി സെറ്റ് ചെയ്യുകയാണ് ഹാനിന്റെ അമ്മ. അവർക്ക് ഇവരൊന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷെ ഹാനിന്റെ അച്ഛന് അത് തീരെ ഇഷ്ടമല്ല. എന്തായാലും അങ്ങനെ ഇരിക്കും ഇവർ പഠിക്കുന്ന സ്ഥലത്ത് ഒരു സിൻഡ്രല്ല ഡ്രാമ സ്റ്റേജിൽ പെർഫോം ചെയ്യാനായി വരുന്നു. അതിൽ സിൻഡ്രല്ലയായി അഭിനയിക്കാനായി നിയാന് വലിയ ആഗ്രഹമുണ്ടെങ്കിലും അവളുടെ പേരാവാനായി അവൾ ഹാനിനോട് നിർബന്ധിക്കുമ്പോൾ അവൻ ആവാൻ താല്പര്യപ്പെടുന്നില്ല. തുടർന്ന് ആ സ്ഥാനത്തേക്ക് ചെന്നും ഷിന്നുമാണ് വരുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ ഷിന്നിന് വീണ് കാലിൽ പരിക്കേൽക്കുമ്പോൾ അവൾക്ക് അതിൽ നിന്ന് പിന്മാറേണ്ടി വരുന്നു. തുടർന്ന് ചെന്നിന്റെ പേരായി അതിൽ സിൻഡ്രല്ലയായി അഭിനയിക്കാനായി സമ്മതിക്കുകയാണ് നിയാൻ. അവരങ്ങനെ ഒന്നിച്ച് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നതൊന്നും അത് കണ്ടു നിൽക്കുന്ന ഹാനിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞും എങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണമെന്നതെല്ലാം ഒറ്റയ്ക്ക് ചെയ്തു നോക്കുന്ന നിയാനെ കാണുന്ന ഹാൻ അവളുടെ കൂടെ ഡാൻസ് ചെയ്ത് അവൾക്ക് പ്രാക്ടീസ് ചെയ്യാനായി സഹായിക്കുന്നു. ഇവരിങ്ങനെ ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർക്ക് അമ്മ നൽകിയ ആ ഡ്യൂറേഷനും കംപ്ലീറ്റ് ചെയ്യാനായി സാധിക്കും. നിയാന്റെ പ്രാക്ടീസ് നടക്കും. എന്തായാലും ഇവിടെ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം മാറി നിന്ന് കണ്ട് വളരെ ഹാപ്പി ആവുകയാണ് ഹാനിന്റെ അമ്മ. കാരണം അവരിങ്ങനെ തന്റെ മകൻ മറ്റാരുടെയും കൂടെ ക്ലോസ് ആയി കണ്ടിട്ടേ ഇല്ലല്ലോ. പക്ഷെ അപ്പോഴും തനിക്ക് കിട്ടാത്ത റോള് അവള് ചെയ്ത് ഷൈൻ ചെയ്യേണ്ട എന്ന ദേഷ്യത്തിൽ പ്രോഗ്രാം കുളമാക്കാനായി ചെന്നിന് സ്റ്റേജിൽ ഇടേണ്ട ഡ്രസ്സ് അവൻ അത് ധരിക്കുന്നതിന് തൊട്ടു മുന്നേ തന്നെ കുളമാക്കാനുള്ള ഏർപ്പാടെല്ലാം ഷിൻ ചെയ്തു വെക്കുന്നു. അങ്ങനെ കറക്റ്റ് സമയത്ത് സ്റ്റേജിൽ കയറാനായി ചെന്നിന് കഴിയുന്നില്ല. സ്റ്റേജിൽ ചെന്നിന്റെ വരവ് കാത്ത് പെർഫോം ചെയ്യാനായി തയ്യാറായി നിൽക്കുകയായിരുന്നു നിയാൻ. അവൾ അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് നാണം കെടുമെന്ന് മനസ്സിലാക്കുമ്പോൾ ഇവരുടെ പ്രാക്ടീസ് എല്ലാം കണ്ട് നന്നായി സ്റ്റെപ്പൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഹാൻ അവിടേക്ക് അവളുടെ പേരായി ചെന്ന് അവളുടെ കൂടെ പെർഫോം ചെയ്യുന്നു. അങ്ങനെ നല്ല രീതിയിൽ തന്നെ അവർക്കത് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നു. അങ്ങനെ ഇരിക്കെ ചെന്നിനാകട്ടെ നിയാനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അവൾക്ക് ഇഷ്ടം ഹാനിനെ ആണെന്ന് മനസ്സിലാക്കുന്ന അവൻ ഹാനിനെ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ നിരാശയിലേക്ക് പോയിരിക്കുന്ന ഷിന്നിനോട് ഒരു താല്പര്യം തോന്നി തുടങ്ങുന്നു. അവൻ ആ കാര്യം അവളോട് തുറന്നു പറയുകയും ചെയ്യുന്നു. പക്ഷെ തനിക്ക് ആലോചിക്കാൻ കുറച്ച് ടൈം വേണമെന്നായിരുന്നു ഷിന്നിന്റെ മറുപടി. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ നിയാന്റെ പേഴ്സണൽ ഡയറി ഹാനിന് ലഭിക്കുന്നു. അവൾക്ക് ക്യാമ്പിങ്ങിന് പോകാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ അവൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണുന്ന ഹാൻ അവളെ സർപ്രൈസ് ആയി ക്യാമ്പിങ്ങിന് കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ വിചാരിച്ചതുപോലെ അന്ന് മടങ്ങി വരാൻ സാധിക്കാതെ ഇവർക്ക് അവിടെ അന്നൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യേണ്ടി വരുന്നു. ഭാഗ്യമോ നിർഭാഗ്യമോ അന്ന് ആ ഹോട്ടലിൽ ഒരു റൂം മാത്രമേ അവൈലബിൾ ആയി ഉണ്ടായിരുന്നുള്ളൂ. ആ റൂമിലാണെങ്കിൽ ഒരു ബെഡേ ഉള്ളൂ. തുടർന്ന് ഒന്നിച്ച് സ്റ്റേ ചെയ്യുമ്പോൾ കട്ടിലയിൽ ഹാനും കൗച്ചില് നിയാനും കിടക്കുന്നു.
ഉറങ്ങുന്നു. പക്ഷെ രാത്രി വളരെ അൺകംഫർട്ടബിൾ ആയി ഉറക്കമെണ്ണിക്കുന്ന നിയാനെ കാണുന്നവൻ ബെഡ് ഷെയർ ചെയ്യാനായി ക്ഷണിക്കുകയാണ്. അവൾ ബെഡിൽ വന്ന് കിടക്കുന്നുണ്ടെങ്കിലും ഉറക്കത്തിന്റെ ഇടയിൽ ഇവന്റെ ദേഹത്തേക്കൊക്കെ കൈയിടുന്നു. അതെല്ലാം ഹാൻ അറിയുന്നുണ്ടെങ്കിലും അവൻ അത് തീരെ ഡിസ്റ്റർബിംഗ് ആയി തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി കുട്ടിക്കാലത്ത് ഇവനെ ആരോ തട്ടിക്കൊണ്ടുപോയ ആ ഒരു ഇൻസിഡന്റ് പേടി സ്വപ്നമായി അവന് വരാറുണ്ട്. പക്ഷെ അന്നത്തെ ദിവസം ഇവളുടെ സാമീപ്യം കൊണ്ട് അവൻ അത് വന്നതേയില്ല. പകരം ആ ഒരു ഇൻസിഡന്റിൽ ഇവനെ സഹായിച്ച ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഓർമ്മകളാണ് അവന് വരുന്നത്. ആ പെൺകുട്ടിയെ തന്നെയാണ് അന്വേഷിക്കാനായി ഇവൻ ആരോ ഏൽപ്പിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം ഉറക്കമെണ്ണിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം നിയാന് മനസ്സിലാവുന്നത്. അവള് വെപ്രാളത്തിൽ എഴുന്നേറ്റ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ആ ടീം തന്റെ അസിസ്റ്റന്റിനോട് ഒരു പെൺകുട്ടിയെ നോക്കാൻ ഏൽപ്പിച്ചിരുന്നല്ലോ, അയാൾ നോക്കിയിട്ടും ആ പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന റിപ്ലൈ അയച്ചിരിക്കുന്നത് കാണുന്ന ഹാൻ നേരിട്ട് ആ കുട്ടിയെ അന്വേഷിച്ചിറങ്ങാനായി തീരുമാനിക്കുന്നു. അങ്ങനെ ഇവിടെ നിന്നും മടങ്ങിപ്പോകുന്ന ഇവർ ചെന്നിനെയും ഷിന്നിനെയും കാണുന്നു. ആ ടീം ഹാൻ ഷിന്നിനോട് സംസാരിക്കുന്നു. അവർ തമ്മിൽ പ്രപ്പോസ് ചെയ്തതിന്റെയും റിജക്ട് ചെയ്തതിന്റെയും ഒക്കെ പിണക്കങ്ങൾ മാറി ഷെയ്ക്കാൻഡൊക്കെ കൊടുത്ത് ആ ഒരു ഐസ് ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇനി ഇവർ വീണ്ടും സെറ്റ് ആകുമോ എന്നൊരു പേടി ചെന്നിന് വരുന്നുണ്ട്. കാരണം അവനിപ്പോ ഷിന്നിനോട് ഉള്ളിലെ ഇഷ്ടം തുറന്നു പറഞ്ഞതല്ലേ ഉള്ളൂ. ആ ടെൻഷൻ അവനുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഷിന്നാകട്ടെ അവനെ കിസ് ചെയ്തുകൊണ്ട് അവനോട്, നീ പേടിക്കണ്ട, എനിക്ക് ഹാനിനെ ഇഷ്ടമായിരുന്നു എന്നത് ശരി തന്നെയാണ്, പക്ഷെ അവന്റെ ഉള്ളിൽ ഒരിക്കലും ഞാനില്ല, അവൻ എന്നെ ഇഷ്ടപ്പെടാനും കഴിയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ ആ ആഗ്രഹം അങ്ങ് വേണ്ടാന്ന് വെച്ചു. എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന നിന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് അവൾ അവളുടെ ഇഷ്ടം തുറന്നു പറയുന്നു. ആ ടീം ചെൻ വളരെ ഹാപ്പി ആവുന്നു. അപ്പോഴേക്കും നിയാന്റെ അടുത്തെത്തുന്ന ഹാൻ, ഞാനൊരു യാത്ര പുറപ്പെട്ടു പോവാ, നീ എന്റെ കൂടെ വരണ്ട, വീട്ടിലെ സേഫ് ആയിട്ടിരി, പഠിത്തമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും, ഞാൻ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരാളെ അന്വേഷിച്ചു പോവാം, എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നെല്ലാം പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും മുന്നേ ഷിന്നിനോട് സംസാരിച്ച് കൈ കൊടുത്ത് പിരിയുമ്പോഴും ഇപ്പോൾ വീട്ടിൽ വന്ന് അമ്മ വളരെ സ്നേഹത്തിൽ ഹാനിനെ തൊടുമ്പോഴൊന്നും അവന് യാതൊരുവിധ അലർജിയും ഫീൽ ആവുന്നില്ല. അവൻ ഇതൊക്കെ കാണുമ്പോൾ കൺഫേം ആകുന്നുണ്ട് നിയാൻ തന്റെ കൂടെ ഉണ്ടായിരുന്നതിന്റെ ഫലമാണ് ഇതെല്ലാം, തനിക്ക് അങ്ങനെ ഇവളുടെ പ്രസൻസോട് കൂടി അലർജി പൂർണ്ണമായും മാറിയെന്ന്. ഹാനിന്റെ അമ്മയും ഈ ഒരു കാര്യത്തിൽ വളരെ ഇമോഷണൽ ആവുന്നു. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി മകൻ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് മകനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ അലർജി എല്ലാം മാറി ഹാൻ പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ അവന്റെ അടുത്ത ബർത്ത്ഡേ വളരെ ലാവിഷ് ആയി സെലിബ്രേറ്റ് ചെയ്യാനായി അമ്മ തീരുമാനിക്കുന്നു. പക്ഷെ ആ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ നിയാനെ പങ്കെടുക്കാനായി ഹാനിന്റെ അച്ഛൻ അനുവദിക്കുന്നില്ല. അവളെ പാർട്ടിയിൽ പങ്കെടുക്കാതെ തന്നെ ഇവന്റെ അസുഖം മാറിയതുകൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് അച്ഛൻ. ബർത്ത്ഡേ പാർട്ടിയുടെ സ്ഥലത്തെത്തുമ്പോൾ അച്ഛൻ നിയാനെ പറഞ്ഞു വിട്ട കാര്യവും അച്ഛന്റെ ബിസിനസ് പാർട്ട്ണറുടെ മകളെ താനുമായി എൻഗേജ് ചെയ്യാൻ പോകുന്ന കാര്യവും അറിയുന്ന ഹാൻ വേഗം തന്നെ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവൻ നിയാന്റെ അഡ്രസ് കണ്ടുപിടിച്ച് അവളുടെ വീട്ടിലേക്ക് ചെല്ലാണ്. അവിടെ നിയാനും അമ്മയും ഉണ്ട്. ഇവന്റെ വരവ് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ കാണുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു. അങ്ങനെ അവളോട് സംസാരിച്ച് പുറത്തേക്ക് പോകുന്ന അവൻ അവിടെ ഒരു ബിൽഡിംഗ് കണ്ട് ആകെ ഷോക്കാവുന്നു. കാരണം ആ ബിൽഡിംഗിലേക്കാണ് കുട്ടിക്കാലത്ത് ഹാനിനെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത്. അവൻ അത് കണ്ട് വളരെ പാനിക് ആവുമ്പോൾ എന്താണ് ഇവന് സംഭവിക്കുന്നതെന്ന് അറിയാതെ നിയാൻ അവനെ അടുത്തിരുന്ന് ആശ്വസിപ്പിക്കുന്നു. ആ ടീം അവളെ കാണുന്ന അവൻ അവളിൽ കാണുന്നത് കുട്ടിക്കാലത്ത് അവനെ സേവ് ചെയ്ത ആ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ തന്നെയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി അവൻ അന്വേഷിക്കുന്നത്. ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും ഈ ഒരു മൊമെന്റ് അവൻ തിരിച്ചറിയുന്നുണ്ട്. ഈ നിയാൻ തന്നെയാണ് ആ പെൺകുട്ടി, ഇവള് തന്നെയാണ് തന്നെ രക്ഷിച്ചതെന്ന്. തുടർന്ന് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഹാനിന്റെ കുടുംബത്തിന്റെ തന്നെ ബിസിനസ് സ്ഥാപനത്തിലെ ഒരു ജോലിക്കാരിയായിരുന്നു അന്ന് അവനെ തട്ടിക്കൊണ്ടു പോയതെന്നും അന്ന് ഇപ്പോഴത്തെ ഹാനിന്റെ അച്ഛന്റെ ബിസിനസ് പാർട്ട്ണറായ ആള് തന്നെയാണ് ഇവരുടെ കമ്പനിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ നടത്തി അങ്ങനെ ജോലിക്കാരെ കമ്പനിക്കെതിരെ തിരിച്ചതെന്നുമെല്ലാം അവന് മനസ്സിലാവുന്നു. ഇപ്പോഴും തന്റെ അച്ഛന്റെ ബിസിനസ് പാർട്ട്ണർ അദ്ദേഹത്തിന്റെ മകളെ തന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ മാത്രം മുന്നിൽ കണ്ടാണ്. അത് അച്ഛനെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ തന്റെ ജീവിതം തന്നെ ആ കല്യാണം നടന്ന് തകരും, തനിക്ക് ഒരിക്കലും നിയാനെ സ്വന്തമാക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന അവൻ അച്ഛന്റെ ബിസിനസ് പാർട്ട്ണർക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുന്നു. അത് അച്ഛനെ ബോധ്യപ്പെടുത്തി അച്ഛൻ നടത്താനായി ഉറപ്പിച്ചിരുന്ന ആ ഒരു കല്യാണം ബ്രേക്ക് ചെയ്യാനും അവന് സാധിക്കുന്നു. തുടർന്ന് അച്ഛൻ ആദ്യം താല്പര്യമില്ലാതിരുന്ന നിയാനുമായിട്ടുള്ള റിലേഷന് ഇപ്പോൾ സമ്മതിക്കുന്നു. കാരണം ഈ നിയാനാണ് വർഷങ്ങൾക്ക് മുന്നേ തന്റെ ബിസിനസ് പാർട്ട്ണർ മൂലം അപകടത്തിൽ പെടേണ്ടിയിരുന്ന തന്റെ മകനെ രക്ഷിച്ചതെന്ന കാര്യം അച്ഛൻ ഇപ്പോഴാണ് അറിയുന്നത്. അതുമാത്രമല്ല അന്നത്തെ ഇൻസിഡന്റിലൂടെ ഒരു സ്ത്രീ തന്നെ തട്ടിക്കൊണ്ടുപോയത് മനസ്സിൽ വളരെ വലിയ മുറിവായി അവശേഷിച്ചിരുന്ന ഹാന് അത് പിന്നെ സ്ത്രീകൾ തൊടുമ്പോൾ പേടിച്ച് ഒരു അലർജി വരുന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ട്രേഞ്ച് ആയ പ്രശ്നത്തിൽ നിന്ന് പോലും തന്റെ മകനെ രക്ഷിച്ച നിയാൻ അല്ലാതെ മറ്റൊരു പെൺകുട്ടിക്കും അവന്റെ ലൈഫ് പാർട്ട്ണർ ആകാനുള്ള യോഗ്യതയില്ലാന്ന് തിരിച്ചറിയുന്ന അച്ഛൻ ആ ഒരു റിലേഷന് സമ്മതിക്കുന്നു. അത് ഹാനിന്റെ അമ്മയും ഒരുപാട് ഹാപ്പി ആക്കുന്നു. അങ്ങനെ ഒഫീഷ്യലി ഈ കുടുംബത്തിലേക്ക് മരുമകളായി വരാൻ പോകുന്ന നിയാനെ ഒരു സർപ്രൈസ് പ്രപ്പോസലും കൂടി നടത്തി ഹാൻ ആ ഒരു സന്തോഷം ഇരട്ടിയാക്കുന്നു. അങ്ങനെ ഇവർ വളരെ ഹാപ്പിയായി ഒന്നിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.